ഇനി മത്സ്യമേഖലയിലേക്കാണ് അല്ലേ ഓരോരോ പ്രദേശത്ത് ഇതും ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു തസ്തിക ഇത്രയും വൈകിയ വേളയിൽ സൃഷ്ടിച്ച് നിയമനം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കൂടി യഥാർത്ഥ ലക്ഷ്യം കൂടി നടപ്പാകും എന്ന് ഉറപ്പാക്കിയാൽ നന്നായിരുന്നു. ഇതിന് കണ്ണും കാതും വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിയമത്തിനും ചട്ടത്തിനുമൊക്കെ ഇനി അടുത്ത മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് കാരണം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ പിന്നിട്ടു. പക്ഷേ ഈ സമയത്തെ ട്രോളിംഗ് സമയത്തെ ആനുകൂല്യങ്ങളൊന്നും, അതായത് സൗജന്യ റേഷൻ പ്രധാനമായും ഒന്നും ലഭിക്കാനില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാന പരാതിയായിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഈ സൗജന്യ റേഷൻ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരോടുള്ള സർക്കാരിൻ്റെ അവഗണന അത് തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധം എന്തായാലും ഇനിയും കടുപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ഇവരുടെ പരിവേദനകൾ, ഇവരുടെ വിഷമങ്ങൾ അത് BJP ഏറ്റെടുക്കുകയാണ്. എന്തായാലും സൗജന്യ റേഷൻ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ തിരുവോണ ദിവസം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു സഹന സമരമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ സർക്കാർ എപ്പോൾ കണ്ണു തുറക്കുമെന്നത് പ്രധാനമായി ഉയരുന്ന മറ്റൊരു ചോദ്യം. ജൂലൈ 31-നാണ് ട്രോളിംഗ് നിരോധനം അവസാനിച്ചത്. 1.5 മാസമായിട്ടും ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട സൗജന്യ റേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് BJP ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ തിരുവോണ ദിനത്തിൽ ഒഴിഞ്ഞ ഇലയുമായി സഹന സമരം നടത്തിയത്. എത്രയും പെട്ടെന്ന് അർഹതപ്പെട്ട അരി വിതരണം ചെയ്തില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കാനാണ് BJPയുടെ തീരുമാനം. വലിയ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ അരി ആരാണോ നിശ്ചയിച്ചത്, ഇപ്പോൾ റേഷൻ ആരാണോ നിശ്ചയിച്ചത്, ഇപ്പോൾ റേഷൻ പീഡിയക്കാരാണോ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 65,000 രൂപ ഫൈനാണ്. അതിനനുസരിച്ച് മുകളിലേക്ക് ഏത് ഉദ്യോഗസ്ഥനാണോ നിശ്ചയിച്ചിട്ടുള്ളത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കാനുള്ള വ്യവസ്ഥ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുണ്ട്. ആ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടുത്ത മാസം BJP വലിയ DD ഓഫീസ് മാർച്ച്, വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ ശക്തി കാണിക്കുന്ന രീതിയിൽ ഉള്ള മാർച്ച് BJP നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി തുക വർദ്ധിപ്പിച്ചതിലും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.